2 തിമോത്തിയോസിന്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യത്തിലാണ് നമ്മൾക്ക് ഇന്ന് അല്പസമയം നിൽക്കേണ്ടത്. എന്നാൽ അവിടേക്ക് നമ്മൾ വരുന്നതിന് മുമ്പ് പതിവായി ഞാൻ ചെയ്യുന്നത് പോലെ ചില കാര്യങ്ങൾ പൊതുവിൽ പറഞ്ഞ് 1 മുതലുള്ള വാക്യങ്ങൾ ഒരു കണ്ടിന്യൂറ്റിക്ക് വേണ്ടി ഒന്ന് വായിച്ച് 8-ാം വാക്യത്തിൽ ആങ്കർ ചെയ്യാനാണ് താല്പര്യപ്പെടുന്നത്. റോമൻ കാരാഗ്രഹത്തിൽ 2-ാമത്തെ തവണ അപ്പോസ്തലനായ പൗലോസ് പ്രവേശിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഏറെക്കുറെ ബോധ്യമായി അദ്ദേഹം പുറത്തു വരികയില്ല, അദ്ദേഹത്തെ അവർ കൊല്ലും. ആ ഒരു പശ്ചാത്തലത്തിലാണ് അദ്ദേഹം ഈ കത്ത് നിജപുത്രനായ തിമോത്തിക്ക് കൈമാറുന്നത്. ദൈവ മക്കൾ വളരെ ശ്രദ്ധിക്കണം. ഞാൻ ഓരോ വാക്കും ശ്രദ്ധിക്കും. ഞാൻ ആവർത്തിച്ചിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, കഴിഞ്ഞ ഞായറാഴ്ചയിലെ പ്രഭാഷകനായിരുന്ന 2 പേരുണ്ടായിരുന്നെങ്കിലും ബ്ലസ്സൻ ഡാനിയൽ ആ വാക്ക് പറഞ്ഞു. എൻ്റെ മകനും അത്ഭുതകരമായിട്ട് ഈ വേദഭാഗത്തിലൂടെയാണ് കടന്നുപോയത്. അതിനേക്കാൾ അത്ഭുതം, ശവസംസ്കാര ശുശ്രൂഷ നടന്നപ്പോൾ പാസ്റ്റർ വി ഡി തോമസ് ആ വാക്ക് പറഞ്ഞു. ശ്രദ്ധിക്കാത്തവര് അത് കേൾക്കുകയില്ല, ശ്രദ്ധിക്കുന്നവർക്ക് അത് പെട്ടെന്ന് അതിൻ്റെ ഗൗരവം മനസ്സിലാക്കാൻ കഴിയും. കാരാഗ്രഹത്തിൽ ഇരുന്നു കൊണ്ട് ഈ കത്ത് തിമോത്തിക്ക് വെറുതെ ഒരു തമാശ എഴുതുകയല്ല. അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷകൾ ഈ ലോകത്തിലേത് പൂർത്തീകരിച്ച് കഴിഞ്ഞ് അദ്ദേഹം ദൈവവചനം പറഞ്ഞുകൊടുത്ത് ദൈവിക വെളിപ്പാടുകൾ പറഞ്ഞുകൊടുത്ത തിമോത്തി ഈ ശുശ്രൂഷകൾ കണ്ടിന്യൂ ചെയ്യണം എന്ന് പൗലോസ് ആഗ്രഹിച്ചാണ് ആത്മനിറവിൽ, ആത്മനിയോഗത്തിൽ ഈ കത്തെഴുതുന്നത്. ബാറ്റൺ കൈമാറുകയാണ്. ആ വാക്കാണ് ഇവരെല്ലാം ഉപയോഗിച്ചത്. ശവസംസ്കാര ശുശ്രൂഷയിൽ ഒരു ജനറേഷൻ പോകുന്നു എന്ന് പാസ്റ്റർ വി ഡി തോമസ് പറയുകയുണ്ടായി. അടുത്ത ഒരു ജനറേഷൻ മുന്നിലേക്ക് വരണം. 82-ാമത്തെ വയസ്സിലാണ് പ്രിയ അമ്മാമ്മ താൻ പ്രിയം വെച്ച് ദൈവസന്നിധിയിൽ ചേർക്കപ്പെട്ടത്. അങ്ങനെയാണ് ദൈവത്തിന്റെ ക്രമം. ഇവിടെ രക്തസാക്ഷി മരണത്തെ മുഖാമുഖം നോക്കിക്കൊണ്ടാണ് പോൾ കിടക്കുന്നത്. എല്ലാവർക്കും ആ ഭാഗ്യം ലഭിക്കണമെന്നില്ല. ഞാൻ രക്തസാക്ഷി മരണത്തെ ഭാഗ്യമായിട്ട് കാണുന്ന ഒരാളാണ്. എല്ലാവർക്കും ആ ഭാഗ്യം ലഭിക്കണമെന്നില്ല. ദൈവത്തിന്റെ സമയത്ത് ഓരോരുത്തരായി ഈ ലോകത്തിൽ നിന്ന് നാം മാറ്റപ്പെടുമ്പോൾ നാം മുറുകെ പിടിച്ച വിശ്വാസം, നാം പറഞ്ഞതും വിശ്വസിച്ചതും പ്രചരിപ്പിച്ചതുമായ ക്രിസ്തുവിന്റെ സന്ദേശം അടുത്ത തലമുറ മുന്നോട്ട് കൊണ്ടുപോകുവാൻ എക്യുപ്റ്റ് ആയിരിക്കണം. ഈ ഒരു കാഴ്ചയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. പക്ഷെ യൗവനക്കാരനായ തിമോത്തി വളരെ ടിമിഡാണ്. പെട്ടെന്ന് ഡെവലപ്പ് ചെയ്ത് വരുന്ന അസാധാരണമാകുന്ന വെല്ലുവിളികളെ നേരിടാൻ തക്കവണ്ണം അദ്ദേഹത്തിന് ധൈര്യം പോരാ, പ്രായക്കുറവാണ്. അതുകൊണ്ട് ശുശ്രൂഷയിൽ അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയാണ് പൗലോസ് ഈ കത്ത് എഴുതുന്നത്. തിമോത്തിക്ക് മാത്രമല്ല പ്രോത്സാഹനം വേണ്ടത്, നമ്മൾക്ക് ഏവർക്കും പ്രോത്സാഹനം ആവശ്യമാണ്. നമ്മൾക്കൊക്കെ തിമോത്തിയോട് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും. വിവിധ സാഹചര്യങ്ങളിൽ നമ്മളൊക്കെ ഒതുങ്ങി പോകുന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്.
ഹൃദയം ക്ഷീണിച്ചു പോയിട്ടുണ്ട്, മനസ്സ് മടുത്തു പോകുന്ന അനുഭവങ്ങളിലൂടെ നമ്മൾ പോയിട്ടുണ്ട്. അതുകൊണ്ട് തിമോത്തിയോടുള്ള നിർദ്ദേശങ്ങൾ നാം വ്യക്തിപരമായി അത് ഏറ്റെടുക്കണം. നാമും ബലപ്പെടേണ്ടത് ആവശ്യമാണ്. നമ്മൾ മനസ്സിലാക്കണം, ദൈവസഭയോടുള്ള ബന്ധത്തിൽ ഇതിൽ കൂടുതലൊന്നും നമുക്ക് ചിന്തിപ്പാനൊക്കത്തില്ല. അതുപോലെ ആവർത്തിച്ച് പറയുന്ന കാര്യമാണ്. ഞാൻ അവിടെ ഇരിക്കുമ്പോഴും ഓർത്തു, ഈ കാരാഗ്രഹത്തിൽ കിടക്കുന്ന മനുഷ്യന് വേറെ ഒരു ചിന്തയില്ലേ? അദ്ദേഹം സ്ഥാപിച്ച സഭയാണ് എഫെസോസ് സഭ. അവിടുത്തെ പ്രധാനപ്പെട്ട മൂപ്പനാണ് തിമോത്തി. ഈ യൗവന പ്രായത്തിൽ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് ദൈവമക്കൾ, ദൈവസഭയുടെ ആത്മീക ആരോഗ്യത്തെക്കുറിച്ചാണ് ഈ എഴുത്തുകാരൻ പൗലോസ് ചിന്തിച്ച് പലരുടെയും പേരൊക്കെ അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് നിർദ്ദേശത്തിൽ. He's thinking about the church. He knows he's going to die. അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നത്, ഞാന് എന്റെ വിശ്വാസം കാത്തു, ഈ ഓട്ടം ഞാൻ പൂർത്തീകരിച്ചു, I am going to die. പക്ഷെ തിമോത്തി, നീ നിൽക്കണം. ദ ബാറ്റൺ ആ ഫേം ഫെയ്ത്ത്ഫുൾ കരങ്ങളിൽ പൗലോസ് എത്തിക്കുവാനുള്ള ആ ഒരു കത്താണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എപ്പോഴും ഞാൻ പറയാറുണ്ട്, ചർച്ചാണ് മെയിൻ കാര്യം. കർത്താവായ യേശുക്രിസ്തു രക്തം കൊടുത്തത് സഭയ്ക്ക് വേണ്ടിയാണ്. സഭ ഈ ബിൽഡിംഗ് അല്ല. യേശുക്രിസ്തുവിന്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ സമൂഹമാണ് സഭ. ആ സഭ സത്യത്തിന് വേണ്ടി, കർത്താവിന് വേണ്ടി, പത്യവചനത്തിന് വേണ്ടി വരും തലമുറകൾ ശക്തമായി നിൽക്കണമെന്നുള്ളതാണ് ദൈവത്തിന്റെ ഹിതവും ആലോചനയും. എന്നും ഈ നേതൃത്വം നിൽക്കത്തില്ല. A time will come when the old generation will pass away. അതിന് നമ്മുടെ തലമുറകൾ എക്യുപ്റ്റ് ആകണം. നിങ്ങൾക്ക് തമാശയായിട്ട് ചിലപ്പോൾ തോന്നിയേക്കാം, നിങ്ങൾക്ക് ചിലപ്പോൾ ഞാൻ പറയാൻ പോകുന്ന കാര്യം തെറ്റാണെന്ന് തോന്നിയേക്കാം. നിങ്ങൾക്കറിയാമല്ലോ, പല കാര്യത്തിനും ഞാൻ സഹോദരൻ ഷെബിയെ പല ശുശ്രൂഷകൾക്ക് നേതൃത്വത്തിന് ഏൽപ്പിക്കാറുണ്ട്. ഞാൻ അദ്ദേഹത്തോടൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞ ദിവസം. നടക്കത്തില്ലെന്ന് എനിക്ക് അറിയാം. ഞാൻ പറഞ്ഞു, കുവൈറ്റിൽ പോകണ്ടെന്ന്. ഞാൻ എന്താണ് അങ്ങനെ പറയുന്നത്? അദ്ദേഹത്തിന്റെ ഭാര്യയോടൊപ്പം പോയി താമസിക്കുന്നതല്ലേ നാച്ചുറൽ. ഞാൻ പറഞ്ഞു, 7 വർഷം കഴിഞ്ഞ് സഹോദരിയെ മടക്കിക്കൊണ്ടുവാ. ഞാൻ എന്താണ് അങ്ങനെ പറയുന്നത്? ഞാൻ എന്താ അദ്ദേഹത്തോട് തമാശ പറയായിരുന്നു? അത് നമ്മൾ വളരെ സീരിയസ് ആയിട്ട് മനസ്സിലാക്കണം. ദർശനമുള്ള, സമർപ്പണമുള്ള, കുടുംബത്തെക്കാൾ സഭയെ സ്നേഹിക്കുന്ന യൗവനക്കാരുണ്ടാകണം. അല്ലാതെ അവരവരുടെ കാര്യം നോക്കുന്നവരല്ല. അങ്ങനെ ഈ ചർച്ചിൽ തൻ്റെ ഇടമുണ്ടോ ഒരാൾക്ക് കൈവക്കാൻ? പൊക്കിക്കോ. ഇപ്പം കണ്ടോ, ഒറ്റയാളില്ല, ഒരാള്. This is my concern. You want to come on a Sunday, you want to hear a good sermon and you want to go back home. ഇതാരുടേതാ? This is the property of the church. പണ്ടൊരാള് പറഞ്ഞത്, ഞാൻ സഭയിൽ വരുന്നത് എനിക്ക് സഭയിൽ നിന്ന് എന്തോ കിട്ടും, അതിനുവേണ്ടിയാ വരുന്നത്. കൊള്ളാം. വരിക, കേൾക്കുക, പോകുക. ചർച്ചിന് വേണ്ടി ആര് നിൽക്കും? പോളിന്റെ കൺസേൺ അതാണ്. ചർച്ച് ദർശനമുള്ളതാകണം. ചർച്ചിൽ ഡെവലപ്പ് ചെയ്തു വരുന്ന ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. സൗണ്ട് ഡോക്ട്രിന് വിപരീതമായി പ്രചരിപ്പിക്കുന്ന ആളുകളുണ്ട്. അതൊക്കെ
തരണം ചെയ്യുവാൻ വിശ്വസ്തർ ആവശ്യമാണ്. പോളിന്റെ ലൈഫ് ഇൻവെസ്റ്റ് ചെയ്തതാണ് തിമോത്തിയിൽ. പോൾ സ്വന്തം ഒരു വിടുതലിന് വേണ്ടി അല്ല പ്രാർത്ഥിക്കുന്നത്. He is praying that Timothy will stand firm. ഞാൻ ആ 8-ാം വാക്യത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരാൻ ആമുഖമായി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെ ഒരു പ്രാവശ്യം കൂടെ എംഫസിസിന് വേണ്ടി ചില കാര്യങ്ങൾ ചേർത്ത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിനോടുള്ള ബന്ധത്തിൽ ഈ കത്തെഴുതുകയാണ്. 1-2 വാക്യമാണ് വാസ്തവത്തിൽ അതിൻ്റെ ആമുഖമായി ചില കാര്യങ്ങൾ അദ്ദേഹം എഴുതുന്നത്. ക്രിസ്തുവേശുവിലുള്ള ജീവന്റെ വാഗ്ദത്തപ്രകാരം ദൈവ ഇഷ്ടത്താൽ ക്രിസ്തുവേശുവിന്റെ അപ്പോസ്തലനായ പൗലോസ് പ്രിയമകൻ ആയ തിമോത്തിയോസിന് എഴുതുന്നു. പിതാവായ ദൈവത്തിങ്കൽ നിന്നും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിങ്കൽ നിന്നും നിനക്ക് കൃപയും കനിവും സമാധാനവും ഉണ്ടാകട്ടെ. പൗലോസ് തിമോത്തിയെ പ്രോത്സാഹിപ്പിക്കാൻ ആദ്യം അദ്ദേഹത്തിന്റെ സ്നേഹപ്രകടനം ഈ 2 വാക്യങ്ങളിൽ അദ്ദേഹം എഴുതുകയാണ്. 3-4 വാക്യങ്ങളിൽ തിമോത്തി, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെയും പ്രോത്സാഹനമാണ്. എന്റെ പ്രാർത്ഥനയിൽ രാവും പകലും ഇടവിടാതെ നിന്നെ സ്മരിച്ച് നിന്റെ കണ്ണുനീരോർത്തും നിന്നെ കണ്ട് സന്തോഷപൂർണമാകുവാൻ വാഞ്ചിച്ചും കൊണ്ട് ഞാൻ പൂർവന്മാരുടെ ദൃഷ്ടാന്തം അനുസരിച്ച് നിർമ്മല മനസ്സാക്ഷിയോടെ ആരാധിക്കുന്ന ദൈവത്തിന് നിന്റെ നിർവ്യാജ വിശ്വാസത്തിന്റെ ഓർമ്മ നിമിത്തം സ്തോത്രം ചെയ്യുന്നു. 5-ാം വാക്യത്തിൽ തിമോത്തിയുടെ വിശ്വാസത്തെ ശ്ലാഘിക്കുകയാണ്. ആ പൈതൃകം പൗലോസ് എടുത്തു പറയുകയാണ്. ആ വിശ്വാസം ആദ്യം നിന്റെ വല്യമ്മ ലോവിസിലും അമ്മ യുനേക്കയിലും ഉണ്ടായിരുന്നു, നിന്നിലും ഉണ്ടെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. 6-7 വാക്യങ്ങളാണ് കഴിഞ്ഞ മുമ്പലത്തെ ആഴ്ച നമ്മൾ ചിന്തിച്ചത്. അതുകൊണ്ട് നിനക്ക് ഈ വിശ്വാസമൊക്കെ ഉണ്ട്. നിന്റെ വിശ്വാസം ജെനുവിനാണ്, അത് ഫേക്ക് അല്ല. അതുകൊണ്ട് എന്റെ കൈവപ്പിനാൽ നിന്നിലുള്ള ദൈവത്തിന്റെ കൃപാവരം ജ്വലിപ്പിക്കണമെന്ന് നിന്നെ ഓർമ്മപ്പെടുത്തുന്നു. കൃപാവരം നിന്റെ അകത്തുണ്ട്, പക്ഷെ ഇങ്ങനെ മൂടിപ്പൊതിച്ച് നീ നടക്കരുത്. ഫാൻ ഇറ്റ് ഇൻടു ഫ്ലെയിം, ജ്വലിപ്പിക്കണം. അത് തിമോത്തിയെ പിന്നെയും പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് എഴുതുകയാണ്. ഈ കൃപാവരം ഇങ്ങനെ ഒതുങ്ങിപ്പോകരുത്. ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി ഇത് നീ ജ്വലിപ്പിക്കണം. ഫാൻ ഇറ്റ് ഇൻടു ഫ്ലെയിം. 7-ാം വാക്യം, ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്ര ദൈവം നമുക്ക് തന്നത്. കൃപാവരം ഉപയോഗിക്കാൻ വയ്യാതെ വണ്ണം പേടി എൻകറേജ് ചെയ്യുക. ഇവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഒതുക്കുന്നവനല്ല, ഭയത്തിലാക്കുന്നവനല്ല. സുവിശേഷത്തിന് വേണ്ടി സത്യത്തിന് വേണ്ടിയും പ്രാഗൽഭ്യം തരുന്നവനാ. ബോൾഡ്നെസ്, അതാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്. സ്തോത്രം. അതുകൊണ്ട് പൗലോസ് തിമോത്തിയോട് പറയുക, ഓൾറെഡി നിന്നിൽ ആ വരദാനമുണ്ട്, അത് നീ സ്റ്റെറപ്പ് ചെയ്യണം. അപ്പൊ ഇവിടെ ഒരു മാതൃക നമ്മൾ കാണണം. എല്ലാവരോടുള്ള ബന്ധത്തിൽ നമുക്കത് വളരെ കോപ്പി ചെയ്യാൻ കഴിയുന്ന നല്ലൊരു മാതൃകയാണ്. ആദ്യം പൗലോസ് ചില കാര്യങ്ങൾ പറഞ്ഞ് തിമോത്തിയെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ആദ്യത്തെ 7 വാക്യങ്ങളിൽ അതാണ് നടക്കുന്നത്. 8-ാമത്തെ വാക്യം മുതൽ ചില പ്രത്യേക നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ്. ആദ്യം എൻകറേജിങ് തിമോത്തി and then giving him commandments, തിരുത്തലുകളും ഇൻസ്ട്രക്ഷൻസും ഒക്കെ കൊടുക്കുകയാണ്. 8-ാം വാക്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അതുകൊണ്ട് നമ്മുടെ കർത്താവിന്റെ സാക്ഷ്യത്തെയും അവന്റെ ബദ്ധനായ എന്നെയും കുറിച്ച് ലജ്ജിക്കാതെ
സുവിശേഷത്തിനായി ദൈവശക്തിക്കൊത്തവണ്ണം നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കുക. പൗലോസ് തിമോത്തിയെ നിർദ്ദേശിക്കുന്നത് ലജ്ജിക്കരുത്. അതാണ് ഈ 8ാമത്തെ വാക്യത്തിന്റെ ഒരു ഉള്ളടക്കം. നീ ലജ്ജിക്കരുത്. അതിലേക്ക് വരാം. ആദ്യത്തെ വാക്ക് ശ്രദ്ധിക്ക്. അതുകൊണ്ട്. എന്തുകൊണ്ട്? 6-7 വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ പോകണം. ഞാനത് വായിച്ചത് കൊണ്ട് അങ്ങോട്ട് പിന്നെയും പോകുന്നില്ല. തിമോത്തി, നിനക്കൊരു വിളിയുള്ളവനാണ്. സുവിശേഷ വേലയ്ക്ക് നിനക്ക് വിളിയുണ്ട്. നിനക്ക് കൃപാവരമുണ്ട്. ദൈവശക്തിയും സ്നേഹവും ഡിസിപ്ലിനും ഒക്കെ നിനക്കുണ്ട്. അതുകൊണ്ട് ഒതുങ്ങിപ്പോകരുത്, നാണംകേട് തോന്നരുത്, ലജ്ജിക്കരുത് എന്നതാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്. യേശുക്രിസ്തുവിനെ കുറിച്ച് ലജ്ജിക്കരുത്. നിന്നെ വളർത്തിക്കൊണ്ടുവന്ന എന്നെ കുറിച്ചും നീ ലജ്ജിക്കരുത്. ഈ 2 കാര്യവും ആ വാക്യത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ തിമോത്തിക്ക് ഒരല്പം എന്താണ്, കാലഘട്ടം അങ്ങനെയാണ്. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ആടി നിൽക്കുക. തെറ്റിദ്ധരിക്കരുത്, അദ്ദേഹം പിന്മാറ്റത്തിലൊന്നും പോയിട്ടില്ല. അകത്തും പുറത്തുമുള്ള ധാരാളം വിഷയങ്ങൾ വന്നു എന്നതുകൊണ്ട് ഒരു ഒതുങ്ങിപ്പോകുന്ന അനുഭവം. ഈ കത്തെഴുതുമ്പോൾ ഒരു പക്ഷെങ്കിൽ AD 66 ആ സമയങ്ങളിലായിരിക്കാം. അന്ന് ഒരു ക്രിസ്ത്യാനിയായി ജീവിക്കുക എന്നുള്ളത് അല്പം പാടുള്ള സമയമാ. നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കണം. ഇന്നും ശരിക്ക് ജീവിക്കാൻ പാടാണ്. അന്ന് വിമർശനമുണ്ട്, അന്ന് ദേഹോപദ്രവം ഉണ്ടാകും. നാട്ടിൽ നിന്നൊക്കെ ചിലപ്പോൾ പുറത്താക്കിയെന്ന് വരും, പള്ളിയിൽ നിന്ന് പുറത്താക്കിയെന്ന് വരും. ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ അന്ന് വളരെ ശക്തമായിട്ടുണ്ട്. അതെല്ലാ കാലഘട്ടത്തിലുമുണ്ട്. നമ്മൾ ഉൾപ്പെട്ട് നിന്ന പല പള്ളികളിൽ നിന്ന് നമ്മളെ പുറത്താക്കിയിട്ടില്ലേ? അതിന്റെ ഒരു കടലാസമൊക്കെ നമ്മളെ വീട്ടിൽ ഇരിപ്പില്ലേ? കാലഘട്ടം ഇത് അങ്ങനെയായിരുന്നു. ശക്തമായ ദേഹ ഉപദ്രവമുള്ള, ജയിലിൽ പിടിച്ച് ഇടുന്ന കാലഘട്ടം. പൗലോസ് അങ്ങനെ സുവിശേഷത്തിന് വേണ്ടി നിന്നത് കൊണ്ടല്ലേ ഇപ്പോൾ അദ്ദേഹം കാരാഗൃഹത്തിൽ കിടക്കുന്നത്. അന്ന് ചിലപ്പോൾ ആളുകൾ കൊല്ലാൻ വരെ സാധ്യതയുണ്ട്. അപ്പോസ്തലനായ പൗലോസ് ആ മാർtyrdom അദ്ദേഹം മുന്നിൽ കാണുന്നത്. അതുകൊണ്ട് കർത്താവിന്റെ വചനത്തോട് കൂറു പുലർത്തിയാലോ പൗലോസിനോട് ചേർന്ന് നിന്നാലോ, നമ്മുടെ ഒരു ഭാഷ പറയാ, ക്ഷമിക്കണം, പണി കിട്ടും. അതാണ് പ്രശ്നം. സ്തോത്രം. അതിന് നല്ല നല്ല വാക്കുകളൊക്കെ ഉണ്ട് നമുക്ക്. ബ്രദറെ, പരിജ്ഞാനത്തിൽ വേണം ബ്രദറെ, നമ്മൾ അങ്ങനെ അങ്ങ് ആകരുത് ബ്രദറെ, അല്ലേ? സ്തോത്രം. നിങ്ങൾ ആ വാക്യം ഒന്നുകൂടെ നോക്കുക. അതുകൊണ്ട് നമ്മുടെ കർത്താവിന്റെ സാക്ഷ്യത്തെയും അവന്റെ ബദ്ധനായ എന്നെയും കുറിച്ച് ലജ്ജിക്കാതെ, ഒരു വാക്കുണ്ട്, ലജ്ജിക്കാതെ. ഞാൻ മറ്റേ വാക്കുകളിലേക്കൊക്കെ വരാം. എന്താണ് ഈ വാക്കിന്റെ അർത്ഥം? ലജ്ജിക്കാതെ. എന്തെങ്കിലും ചെയ്യുന്നതിൽ നിന്ന് തടയുന്ന ഭയവും ലജ്ജയും. എന്തെങ്കിലും എന്ന് പറഞ്ഞാൽ ആത്മീക കാര്യം. പരസ്യമായിട്ട് ഇറങ്ങി കർത്താവിന്റെ സാക്ഷിയായി നിൽക്കുക. കല്യാണത്തിന് പോകുമ്പോൾ നമ്മുടെ വീട്ടുകാരും നാട്ടുകാരും ഒക്കെ വരുമ്പോൾ ഞാനൊരു വിശ്വാസിയാ, എന്തിനാ നമ്മൾ അവിടെ? അവരുടെ കൂട്ട് നമ്മൾ ഒരുങ്ങണം. പിന്നെന്താണ്? ലിപ്സ്റ്റിക്കും ഒക്കെ ഇട്ട് കാണണം ചിലരെ. അതെന്താ? നമ്മളെല്ലാം ഒന്നാ. പിന്നെ ഞാൻ ചിലരോട് നേരിട്ട് ചോദിക്കും, ലിപ്സ്റ്റിക് ആണോ? അല്ലല്ല, ലിപ്പയിലിടുന്ന ബാമാണ്. വേറെ ഒരു ദിവസവും വേണ്ട. ലിപ്സ്റ്റിക് ഇട്ടാൽ മാരക പാപമാണെന്നോ നരകത്തിൽ പോകുന്നോ ഒന്നും അല്ല പറയുന്നത്. സത്യത്തിന് വേണ്ടി നിൽക്കാതെ മെല്ലെ തിരിയുക. അപ്പൊ നമ്മുടെ വാക്കുകള്, നമ്മുടെ ഭാവമ്, നമ്മുടെ ഡ്രസ് കോഡ് എല്ലാം മാറുക. എന്നാ? നമ്മളെല്ലാം ഒന്നാണ്. നീ പെന്തിക്കോസിൽ പോയെന്ന് കേട്ടല്ലോ. ഇടയ്ക്കൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. കണ്ടോ? സ്തോത്രം. ലജ്ജിക്കാതെ. ലജ്ജ ഉണ്ടോ? ലജ്ജ വന്നിട്ടുണ്ടോ മക്കളെ? ഈ വിഷയമാണ് ഫോക്കസ് ചെയ്യേണ്ടത്.
അപമാന ഭയം നിമിത്തം എന്തെങ്കിലും പറയാനോ ചെയ്യാനോ ഉള്ള മടി. അതാണ് ലജ്ജ. അയ്യോ, ഞാന് ഇപ്പൊ ആ ട്രാക്ട് കൊണ്ട് കൊടുത്തവന്മാര് വലിച്ചു കയറി മുഖത്തോട്ട് ഒരു ഏറ് തന്നാല് മോശമല്ലേ? മോശം. യേശുക്രിസ്തുവിനെ കുറിച്ചും എന്നെ കുറിച്ചും നീ ലജ്ജിക്കരുത്. ആദ്യത്തെ 7 വാക്യങ്ങളിൽ പ്രോത്സാഹന വാക്കുകൾ പറഞ്ഞിട്ട് ഒരു നിർദ്ദേശമാണ്. Don't you be ashamed of Jesus Christ or me. അപ്പോഴാണ് എന്താ ഈ ashamed? ലജ്ജിക്കുക. നമ്മൾ മനസ്സിലാക്കണ്ടേ? സുവിശേഷത്തെക്കുറിച്ച് ലജ്ജ ഉണ്ടാകുക. ഉയർന്നു വരുന്ന വെല്ലുവിളികളുടെ നടുവില് തിരസ്കരണം ഭയന്ന് പബ്ലിക് സപ്പോർട്ട് പിൻവലിക്കും. ഇത് ഭയന്ന്. എന്നാ പിന്നെ കല്യാണം നടക്കുമ്പോ പലരും വന്ന് ചെവിയിൽ മന്ത്രിക്കും. എന്ത് മന്ത്രിക്കും? എല്ലാരും ഇന്ന് വരും കേട്ടോ, അതുകൊണ്ട് എല്ലാം ഒന്നും പറയരുത്. അങ്ങനെ പലരോട് പറയും. എന്നോട് പറയത്തില്ല. വന്നാൽ ഇവിടെ എല്ലാം കരിഞ്ഞു. സ്തോത്രം. ഒന്നും പറയത്തില്ല, ഒരു നോട്ടമേ നോക്കുകയുള്ളൂ. ഞാൻ എൻ്റെ കാര്യം പറയുകയും ചെയ്യും. എന്താ എല്ലാരും വരുമ്പോ സുവിശേഷം പറഞ്ഞ പ്രശ്നമുണ്ടോ? ഉണ്ട്. ലജ്ജ. ശവടക്കം നടക്കുമ്പോഴോ എല്ലാവരും വരുമല്ലോ. എല്ലാവരും വരുമ്പോ നമ്മൾ ആർക്കും നോവരുത്. ഇൻക്ലൂസീവ് ഗോസ്പൽ, എക്സ്ക്ലൂസീവ് പരിപാടിയൊന്നും പറയരുത്. എല്ലാവരെയും നമ്മൾ തലോടി എന്ത് ചെയ്യണം? പോണം. സ്തോത്രം. എന്ത് ആത്മീക കാര്യത്തിന് വേണ്ടിയും നിലകൊള്ളാനുള്ള ധൈര്യക്കുറവ് അല്ലെങ്കിൽ ചെയ്തതിൽ ലജ്ജ തോന്നുക. പാസ്റ്റർ, കല്യാണത്തിന് സുവിശേഷം പറഞ്ഞായിരുന്നു? ഞാൻ പറഞ്ഞു പോയി ബ്രദറെ. സുവിശേഷത്തെക്കുറിച്ച് ലജ്ജ വന്നിട്ടുണ്ടോ? അയൽവാസികളുടെ നടുവിൽ ലജ്ജ വന്നിട്ടുണ്ടോ? സ്തോത്രം. മറ്റ് ബന്ധക്കാരുടെ നടുവിൽ ലജ്ജ വന്നിട്ടുണ്ടോ? You feel ashamed of Jesus Christ? You feel ashamed of the gospel? അപ്പൊ ആ മനുഷ്യനെ പ്രോത്സാഹിപ്പിച്ചിട്ട് തിരുത്തേണ്ട മേഖലകൾ തിരുത്തുകയാണ്. അത് തിരുത്തണം. സഭ മുന്നോട്ട് പോകണ്ടേ? കാരാഗ്രഹത്തിൽ കിടക്കുമ്പോഴും താൻ ആരെ വിശ്വസിച്ചു എന്ന് ഞാൻ അറിയുന്നു. He is not ashamed of the gospel. താൻ പ്ലാൻ ചെയ്ത ചർച്ച് അങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്. പ്രൈസ് ദി ലോർഡ്. മക്കളെ, ഇതെല്ലാം ഞാൻ ആ കൊച്ചൊക്കെ ഇരിക്കുന്നതാണ്. മറ്റു ജീവനില്ലല്ലോടാ. സ്തോത്രം. വാസ്തവത്തിൽ ഒരു ഭയാനക കാഴ്ചയാണ് ഇന്നത്തെ വേർപെട്ട സമൂഹത്തിൽ. ഇപ്പൊ വേർപെട്ടതേതാ വേർപെടാത്തതേതാ അറിയാമോ? എല്ലാം കൂടെ ഭായി. ആർക്കും ഒരു വർഷവുമില്ല. ലജ്ജിക്കാതെ ക്രിസ്തുവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എംബാരസ്ഡ് ആകുക. സുവിശേഷം അങ്ങനെ തീവ്രമായിട്ട് പറയണ്ട എന്ന നിലപാടിലേക്ക് വരിക. പൗലോസ് തിരുത്തുകയാണ്. ഇവിടെയുള്ള എല്ലാ കുഞ്ഞുകുട്ടി സഹോദരി സഹോദരന്മാർ, ആന്റിമാർ, അങ്കിളുമാർ എല്ലാവരും മനസ്സിലാക്കണം. ഈ ചർച്ചിന്റെ നിലപാട് ഇതാണ്. We are not ashamed of the gospel. സുവിശേഷത്തെക്കുറിച്ച് ലജ്ജയരുത്. അതുകൊണ്ട് നമ്മുടെ കർത്താവിന്റെ സാക്ഷ്യത്തെയും അവന്റെ ബദ്ധനായ എന്നെയും കുറിച്ച് ലജ്ജിക്കാതെ ലജ്ജിക്കുക. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നമുക്ക് അവസരങ്ങൾ കിട്ടുമ്പോൾ നമ്മൾ സുവിശേഷം പങ്കുവെക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? അതോ പങ്കുവെക്കാതിരുന്നിട്ടുണ്ടോ? നിങ്ങളുടെ ജോലി സ്ഥലങ്ങളിൽ നിങ്ങൾ കണ്ടുമുട്ടുന്ന നിങ്ങളുടെ ബന്ധുക്കൾ ഗൾഫിൽ നിന്ന്, അമേരിക്കയിൽ നിന്നൊക്കെ വരും. അമേരിക്കയിൽ നിന്ന് വരുന്നു. അത് നമുക്ക് എന്താ പറയാനൊക്കെ? അമേരിക്കയിൽ നിന്ന്. സ്തോത്രം. എന്താണ് നിങ്ങളുടെ നിലപാട്? സ്വാഭാവിക മനുഷ്യന് സുവിശേഷം അട്രാക്റ്റീവ് അല്ല.
എന്നുള്ളത് നമുക്കറിയാം. ഗുണപ്പെടാത്ത എൻ്റെ അമേരിക്കയിലെയോ അല്ലെ ന്യൂസിലൻഡിലെയോ അല്ലെങ്കിൽ ഏതാണ്ട് വലിയ സംഭവം എന്ന് പറയുന്ന ഈ അങ്കിൾ ഇങ്ങോട്ട് കയറി വരുമ്പോൾ അദ്ദേഹത്തോട് ഞാൻ സുവിശേഷം പറഞ്ഞാൽ അദ്ദേഹത്തിന് ഇത് എന്താണ്, കൂടുതലൊന്നും എന്നോട് പറയണ്ട എന്ന് പറഞ്ഞൊരു ചാട്ടം ചാടും. ഇത് പേടിയാണ്. സ്തോത്രം, ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സഹോദരിയോട് പരസ്യ സ്ഥലത്ത് വെച്ച് യഹോവ സാക്ഷിക്കാര് പറഞ്ഞു യേശുക്രിസ്തു ദൈവമല്ലെന്ന്. പരസ്യ സ്ഥലത്ത് വെച്ച് നമ്മുടെ സഹോദരി പരസ്യമായിട്ട് അവരോട് പറഞ്ഞു യേശുക്രിസ്തു ദൈവം അല്ലെന്നുള്ളതാ നിങ്ങളുടെ ചിന്തയെങ്കിൽ നിങ്ങൾ ഇനി എന്നോട് സുവിശേഷം പറയണ്ട. യേശുക്രിസ്തു ദൈവമാണെന്ന് പിന്താങ്ങിയ കുറെ വചനങ്ങൾ ആ സഹോദരി അങ്ങോട്ട് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, if you say that Jesus is not God, I do not want your gospel. ഞാൻ യേശുക്രിസ്തു ദൈവമാണെന്ന് വിശ്വസിക്കുന്നു, കാരണം ബൈബിൾ അതാണ് പഠിപ്പിക്കുന്നത്. ആ സഹോദരിയെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം. അപ്പം ജഡിക മനുഷ്യന് സുവിശേഷം വളരെ ഒഫെൻസീവാണ്. അതുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും ലജ്ജ വന്ന് വേണ്ട നിലയിൽ ആളുകളുമായി അവസരം കിട്ടിയാൽ പോലും പങ്കുവെക്കാതെ നമ്മൾ ഒതുങ്ങിക്കൂടുന്നത്. ഇന്ന് പകൽ എനിക്ക് പറയാനുള്ളത്, that is a serious sin. അത് പാപമാണ്. സുവിശേഷത്തെ കുറിച്ച് നിങ്ങളുടെ മക്കളോടോ മരുമക്കളോടോ മാതാപിതാക്കളോടോ നിങ്ങൾക്ക് പങ്കുവെക്കാൻ കഴിയുന്നില്ലെങ്കിൽ, നിങ്ങളുടെ അയൽവാസികളോട് നിങ്ങൾക്ക് പങ്കുവെക്കാൻ കഴിയുന്നില്ലെങ്കിൽ, നിങ്ങൾ കണ്ടുമുട്ടുന്ന ആളുകളോട് ലജ്ജ നിമിത്തം അവസരം കിട്ടിയിട്ടും ഇഫ് യു ആർ ബാക്കിംഗ് ഓഫ്, അത് പാപമാണ്. സ്തോത്രം. ഞാനേ കിട്ടുന്ന അവസരമൊക്കെ കർത്താവ് തരുന്ന കൃപയ്ക്കനുസരിച്ച് സുവിശേഷം പറയാൻ ശ്രമിക്കുന്ന ആളാണ്. കഴിഞ്ഞ ദിവസം 2 അച്ഛന്മാരെ കിട്ടി, പക്ഷെ പറയാൻ ഒത്തില്ല. കാരണം ഇവർ വണ്ടി ബാക്ക് ഓഫ് ചെയ്യുക. എന്നാലും ഞാൻ പോയി. എൻ്റെ വാഹനം പിറകിൽ ഇങ്ങനെ കിടക്കുക. നല്ല 2 യൗവനക്കാരച്ഛന്മാർ, വളരെ സൗമ്യതയുള്ളവർ. അവരുടെ ഇടപാടുകളിൽ ഞാൻ ചോദിച്ചു, മാറ്റണോ? അപ്പൊ അവര് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് കയറി മൂവ് ചെയ്തു, വെഹിക്കിൾ മൂവ് ചെയ്തിട്ട്. അപ്പൊ അവര് കൂളായിട്ട് പുറകോട്ട് പോകുമ്പോൾ ഞാൻ ഓടിച്ചു വന്നു. ഞാൻ പെന്തിക്കോസിലെ പാസ്റ്റർ എന്ന് പറഞ്ഞു. 2 പേരും അവരവരുടെ പേര് പറഞ്ഞ് എന്നെ ഗ്രീറ്റ് ചെയ്തു. ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ വിളിക്കുന്നിടത്തൊക്കെ പോയി കർത്താവിനെ കുറിച്ച് പറയുന്ന ഒരു ആളാണ്. അത്രയൊക്കെ പറയാനുള്ള ആ സിറ്റുവേഷൻ അങ്ങനെ വളരെ സൗമ്യമായിട്ട് അവരെന്നോട്. ഞാൻ ഓർത്തു പെന്തിക്കോസിലെ പാസ്റ്റർ എന്ന് പറയുമ്പോൾ കറണ്ട് അടിക്കുമെന്നില്ല. ഞാൻ പറഞ്ഞു, ഭൂമിയിൽ വെച്ച് നമുക്ക് ഇങ്ങനെ ഒന്ന് കണ്ടുമുട്ടാൻ ഒരു അവസരം കർത്താവ് തന്നല്ലോ. അപ്പോഴത്തേക്ക് അവർക്ക് പോകണം, കാരണം അങ്ങനെ ഒരു രംഗമാണ്. അവർ കാറേ ഇരുന്ന് പോവുക. എനിക്കൊരു വിഷയവുമില്ല. ഞാൻ ഒരിക്കല് ഒരു ശവസംസ്കാരത്തിന് ഇങ്ങനെ യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു. അതവർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഒരച്ഛൻ എന്നോട് പറഞ്ഞു, ഞങ്ങളെ പഠിപ്പിക്കാൻ വരണ്ടെന്ന് പറഞ്ഞു. അന്നേരം എൻ്റെ നാവൽ വന്നത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ നിങ്ങളും സ്വർഗത്തിൽ പോകത്തില്ല. ഒരു പ്രശ്നവും എനിക്കില്ല. മെത്രാച്ചനോടും ഞാൻ പറയും, ആരോടും പറയും, ഐ എം നോട്ട് അഷെയിംഡ് ഓഫ് ദ ഗോസ്പൽ. അല്ലാതെ സുവിശേഷീകരണത്തിന് എഴുന്നേറ്റ് നിന്നിട്ട് ഇന്നത്തെ ആധുനിക സമൂഹത്തിൽ ട്രംപ് കൊണ്ടുവരുന്ന നിയമങ്ങളൊക്കെ എനിക്കതൊന്നും വിഷയമല്ല. ട്രയംഫന്റ് ആയിട്ടുള്ള ജീസസിനെ കുറിച്ച് പറയാനാ വിളി. എനിക്കല്ല അതും ഇതൊന്നും പറയും. H1B വന്നോ, ഏതാണ്ട് ഒരു വിസ, അതൊക്കെ നമ്മുടെ ആളുകളില്ല. ഇതൊന്നുമല്ല പ്രസംഗ വിഷയം. ക്രൈസ്റ്റ് ക്രൂസിഫൈഡ്. വളരെ സീരിയസ് ആയിട്ടുള്ള പാപമാണ്. അവസരം ദൈവം തരുമ്പോൾ ലജ്ജ നിമിത്തം മാറുന്നത്. അവസരം കിട്ടാതെ പോകുന്നുണ്ട്, നമ്മൾ കയറി ചെല്ലുന്നുണ്ട്, പക്ഷെ അവസരം അപ്രോപ്രിയേറ്റ് അല്ല, ആത്മനടത്തിപ്പ് നിയോഗം വരുന്നില്ല. ഓക്കെ, അവസരം ദൈവം തുറന്നു ഓഫീസിൽ, ബട്ട് യു കനോട്ട് ഷെയർ ദ ഗോസ്പൽ. വൈ? ഐ എം സോ ഷൈ, ഐ എം അഫ്രെയ്ഡ് ഓഫ് ദാറ്റ് പേഴ്സൺ. അയാൾ റിയാക്ട് ചെയ്താലോ? അത് തെറ്റാണ്. തിമോത്തി ഒരു വളരെ പ്രശ്നം നിറഞ്ഞ ഒരു
സ്ഥലത്താണ്, എഫെസസിലാണ് ശുശ്രൂഷ ചെയ്യുന്നത്. ഭയാനകമാകുന്ന സാഹചര്യമാണ് അവിടെ ഉള്ളത്. ഒരുപാട് വെല്ലുവിളികളെ തിമോത്തി നേരിടുന്നുണ്ട്. ഒരുപക്ഷെങ്കിൽ ഇത് നിമിത്തമായിരിക്കാം അദ്ദേഹത്തിന് യേശുക്രിസ്തുവിന്റെ സാക്ഷ്യം കൃത്യമായി നിർവഹിക്കുന്നതിൽ നിന്ന് ഒരൽപ്പം അദ്ദേഹം ചഞ്ചലിച്ച് നിൽക്കുന്നത്. സ്തോത്രം. തിമോത്തി ഭീരുവും ക്ഷീണിതനുമായി തീരുന്ന ഒരനുഭവം മുന്നിൽ കണ്ടുകൊണ്ട് അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കാണ്. പൗലോസ് ചില ദിവസങ്ങളിലെ ആഴ്ചകൾ കഴിയുമ്പോൾ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടും. തിമോത്തി, യു ഹാവ് ടു മൂവ് ഓൺ. എന്നും ഒരു പോൾ നിൽക്കത്തില്ല. ഒരു സ്ഥലത്തെ നേതൃത്വം എന്നും നിൽക്കത്തില്ല. ഫ്രണ്ട് ലൈനിൽ നിൽക്കുന്നവർ മൂവ് ചെയ്യുമ്പോൾ അടുത്ത ആളുകൾ ബർഡൻ ഉണ്ടാകണം. അവര് രംഗത്ത് വരണം. ഞാൻ മുമ്പേ ഒരു ചോദ്യം ചോദിച്ചു. സ്വന്തം കാര്യം മാറ്റിവെച്ച് ചർച്ചിന് വേണ്ടി ആരുണ്ട്? No one. നിങ്ങൾ ആ കാര്യത്തിൽ കള്ളം പറയാത്തതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. നാം നമ്മളെ കാണ്, സ്വർഗത്തിൽ പോകാൻ ഇരിക്കുക. നാം നമ്മളെ കാണ്. ആക്ച്വലി നമ്മൾ ആരാണ്? ദൈവത്തിന്റെ ഭൂമിയിലെ ട്രഷറാണ് ചർച്ച്. അത് നമുക്ക് സെക്കൻഡറി ആണെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ, ഞാൻ എന്നെ തന്നെ വിലയിരുത്തുക എന്നത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഭീരുവായി മാറുന്നത് കൊണ്ട് ഇപ്പൊ പ്രസംഗവും പഠിപ്പിക്കലുകളും സുവിശേഷ പ്രചരണങ്ങളിലുമൊക്കെ മടുപ്പുണ്ടായി കാണാനാണ് സാധ്യത. അവിടെയാണ് പൗലോസ് ഈ കാര്യത്തെ ഈ കത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നത്. പ്രൈസ് ദി ലോർഡ്. തിമോത്തി കറേജസ് ആയ മതിയാകുകയുള്ളൂ. ഈ പഠനം നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റത്തിന് പ്രിയരെ കാരണമാകട്ടെ. പരിശുദ്ധാത്മാവിനാൽ അനുദിനം നിറയപ്പെടുവാൻ നമ്മൾ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കണം. അല്ലെങ്കിൽ എൻ്റെ വാക്കുകൾ നിങ്ങൾ കുറിക്കൊള്ള, അടുത്ത ഒരു പെന്തിക്കോസ്ത് പോലെ ഒരു മതമായി ഇതും മാറും. തിമോത്തിയെ ഡിസൈപ്പിൾ ചെയ്ത പൗലോസാണ് ഇത് പറയുന്നത്. പൗലോസ് ഡിസൈപ്പിൾ ചെയ്ത തിമോത്തിയുടെ ഗതി ഇപ്പൊ ഇതാണെങ്കിൽ നമ്മുടെ കാര്യം പറയണോ? ഇത് ചിന്തിക്ക്. അല്ലെ ഇന്നത്തെ പ്രഭാഷണവും കേട്ടിട്ട് നമ്മൾ ഇന്ന് 8-ാം വാക്യമായിരുന്നു കേട്ടോ, എൻ്റെ കാര്യം എല്ലാം ഓക്കെ ആണ്, അത് കഴിഞ്ഞ് പിന്നെന്താ? അത് കഴിഞ്ഞ് ഇനി ആ വാക്യത്തെ ഒന്നുകൂടെ നോക്കുക. പരസ്യമായിട്ടൊന്ന് വായിച്ചാട്ട് 8-ാം വാക്യം. അതുകൊണ്ട് നമ്മുടെ കർത്താവിന്റെ സാക്ഷ്യത്തെയും അവന്റെ ബദ്ധനായ എന്നെയും കുറിച്ച് ലജ്ജിക്കാതെ. നിർത്തണം. സാക്ഷ്യം, ലജ്ജ, ലജ്ജയുടെ കാര്യം ഞാൻ പറഞ്ഞു. ഇനി ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. 2 കാര്യത്തെക്കുറിച്ചാണ് ലജ്ജിക്കരുതെന്ന് പറയുന്നത്. ഒന്ന്, നമ്മുടെ കർത്താവിന്റെ സാക്ഷ്യത്തെയും. 2, അവന്റെ ബദ്ധനായ എന്നെയും കുറിച്ച് ലജ്ജിക്കാതെ. 2ആയിട്ട് തിരിച്ചു പഠിക്കുക. 1, നമ്മുടെ കർത്താവിന്റെ സാക്ഷ്യത്തെ കുറിച്ച് ലജ്ജിക്കരുത്. ഈ കർത്താവിന്റെ സാക്ഷ്യം എന്ന് പറയുന്നത്, വാട്ട് ഈസ് യുവർ അണ്ടർസ്റ്റാൻഡിങ്? 33 തിരുവയസ്സ് അവിടുന്ന് ഈ ലോകത്തിൽ പാപം കൂടാതെ ജീവിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞ സാക്ഷ്യമാണോ? അതല്ല പൗലോസ് ഇവിടെ പറയുന്നത്. പൗലോസ് ഇവിടെ കേന്ദ്രീകരിക്കുന്നത് നമ്മുടെ കർത്താവിന്റെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ വ്യക്തിത്വം. അവിടുന്ന് ആരാണ്? 2, അവിടുത്തെ വർക്ക്, അവിടുന്ന് എന്ത് ചെയ്തു എന്നിത്യാദി കാര്യത്തെക്കുറിച്ച് പറയുന്ന സാക്ഷ്യം. അതിനെക്കുറിച്ച് ലജ്ജിക്കരുത്. Who is Jesus? The second person of the Trinity. കന്യകാ ജനനത്തിലൂടെ ഹ്യൂമാനിറ്റി ഏറ്റെടുത്തു, മനുഷ്യപ്രകൃതം.
പൂർണ്ണ ദൈവം, പൂർണ്ണ മനുഷ്യൻ, പാപം കൂടാതെ ഈ ലോകത്തിൽ ജീവിച്ചു. ദ പേഴ്സൺ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ലജ്ജയുണ്ടോ ഈ സാക്ഷ്യം പറയുന്നതിൽ? അതെങ്ങനെ നമ്മൾ പറയുന്നത്? എന്ത് ചെയ്തു? മനുഷ്യന് പരിഹരിക്കാൻ കഴിയാത്ത, മനുഷ്യനെ ബന്ധിച്ചിരിക്കുന്ന പാപത്തിന് സ്ഥിരമായ പരിഹാരം കൊണ്ടുവന്നു. വേറെ ഒരു വഴിയുമില്ല. ഇറ്റ് ഈസ് ഓൺലി ത്രൂ ജീസസ് ക്രൈസ്റ്റ്. ദ ടെസ്റ്റിമണി ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സാക്ഷ്യം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവിന്റെ സാക്ഷ്യത്തെ കുറിച്ച് ലജ്ജിക്കാതിരിക്കുക. അവിടെ സാക്ഷ്യം എന്ന വാക്ക് ഒരു വസ്തുതയുടെ നേരിട്ടുള്ള ആധികാരികമായിട്ടുള്ള തെളിവാണ്. കോടതി ഭാഷയാണ്. യേശുക്രിസ്തുവിനെ വ്യക്തിപരമായി അനുഭവിച്ചിട്ടുണ്ടോ? ദൈവവചനത്തിലൂടെ യേശുവിന്റെ ആത്മാവിന്റെ സ്പർശനം കിട്ടിയിട്ടുണ്ടോ? ജീവന്റെ അപ്പം ഭക്ഷിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ, അത് സത്യമാണെങ്കിൽ ഞാൻ എങ്ങനെയാ ലജ്ജിക്കുന്നത്? ഇതെന്റെ അനുഭവമാ, ഞാൻ സാക്ഷിയാണ്. ഐ ടെസ്റ്റിഫൈ that Jesus is alive. ഒത്തിരി പേര് ഇതൊക്കെ പറയും. എന്താ? ഞാൻ 1999 സെപ്റ്റംബർ മാസം 2-ാം തീയതി ഉച്ച കഴിഞ്ഞ് 4 മണിക്ക് രക്ഷിതാവായി സ്വീകരിച്ചു. കാര്യത്തോടെടുക്കുമ്പോ ഇത് പോയി. കോടതി വാക്കായത്. വസ്തുതാപരമായിട്ട് കാര്യത്തെ അനുഭവിച്ചത്, ഒന്നി കണ്ടു, തൊട്ടു, കേട്ടു, മനസ്സിലാക്കി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. റോമാലേഖനം മതിയായിരുന്നല്ലേ? 2 തിമോഥെയോസ്. ഏത് ലേഖനം എടുത്താലും യേശുക്രിസ്തുവിനെ കുറിച്ച്. എന്നാ പിന്നെ സുവിശേഷം മതിയാണ്. അവിടെയും യേശുക്രിസ്തുവിനെ കുറിച്ചാണ്, വേറെ ഒന്നുമില്ല. അപ്പൊ ഇവിടെ സാക്ഷ്യത്തെ എന്ന് പറയുമ്പോൾ, സാക്ഷീകരിക്കുമ്പോഴാണ് ഒരു വ്യക്തിയെ കുറിച്ച് ഈ സാക്ഷീകരിക്കുന്ന ആളിനുണ്ടായ ഡയറക്റ്റ് നോളജ് ആണ്. യേശുക്രിസ്തുവുമായിട്ട് വ്യക്തിപരമായ ബന്ധമുണ്ടെങ്കിൽ യു സ്പീക്ക് വാട്ട് യു ഹാവ് എക്സ്പീരിയൻസ്ഡ്, സീൻ. മഹിമ കണ്ട സാക്ഷികൾ എന്നൊക്കെ നമ്മൾ ലേഖനത്തിൽ വായിച്ചിട്ടില്ലേ? അപ്പോസ്തലനായ പത്രോസ് ആ കാര്യങ്ങളെ കുറിച്ച് പറയുന്നത്. അപ്പൊ പൗലോസ് ഇവിടെ തിമോത്തിയോട് പറയുന്നത്, ഈ കർത്താവിനെ കുറിച്ച് അഷെയിംഡ് ആകരുത്. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, നമ്മളോട് ചോദിക്കരുത്, എന്തുകൊണ്ടാണ് പലപ്പോഴും ഈ ലജ്ജ വരുന്നത്? തിമോത്തിക്ക് എന്താണ് ഇങ്ങനെ ലജ്ജ വരാൻ കാര്യം? അതിൻ്റെ ഒറ്റ ഉത്തരം, നമ്മളെല്ലാം ജഡത്തിലാണ്. ഈ ജഡത്തിന് ആളുകളുടെ അംഗീകാരവും സന്തോഷ പ്രകടനവുമാണ് ഇഷ്ടം എന്നതുകൊണ്ട് അതിന് വിരോധമായിട്ടുള്ള റിയാക്ഷൻസ് നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് ഒതുങ്ങിക്കൂടാനുള്ള പരിശ്രമങ്ങൾ ആണ് പലപ്പോഴും ഉണ്ടാകുന്നത്. ആ സിൻഫുൾ ഫ്ലഷ് ആണ് ഇതിൻ്റെ കാരണം. ഞാൻ മറ്റൊരു ചോദ്യം ചോദിക്കുകയാണ്. വാസ്തവത്തിൽ എന്താണ് ഇത്രയും നാണം കേടി സുവിശേഷത്തിന്? എന്താ ആളുകൾക്ക് പ്രശ്നം സുവിശേഷം കേൾക്കാൻ? ഇവിടെ ഇതൊന്നും പറയണ്ട, വേറെ എവിടെയെങ്കിലും പോയി പറ. എന്താ പ്രശ്നം? പിന്നെ സുവിശേഷം പറയാത്തവരോ വേറെ വല്ലതൊക്കെ പറയുന്നവരോടും ഇതൊക്കെ പറയും കേട്ടോ. ഞാൻ സഹോദരിമാരോടും പറയാം, സഹോദരന്മാരോടും പറയാം, ചുമ്മാ ഓരോ വീട്ടിൽ ചെന്ന് അതും ഇതും പറയരുത്. സുവിശേഷം ജീസസ് ആണ് സബ്ജക്റ്റ്. അല്ലാതെ അങ്ങനെ ഇങ്ങനെ ഏതാണ്ട് വാർത്ത, ഏതാണ്ട് വലിയ സംഭവം, ഞാൻ പ്രാർത്ഥിക്കുക, അത് മറ്റേതാകും മറിച്ച, ഇതൊക്കെ വിടെ. ആളുകളെ കളിയാക്കുക, പരിഹസിക്കുക, ഏതാണ്ട് വിശേഷമായ കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. ഇതൊന്നുമല്ല സുവിശേഷം. യു പ്രസന്റ് ക്രൈസ്റ്റ്. പക്ഷെ അങ്ങനാണെങ്കിലും വിരോധിക്കും. കാരണം എന്താ? ലിസൺ വെരി കെയർഫുള്ളി. കാരണം സുവിശേഷം എക്സ്ക്ലൂസീവാ. മറ്റൊരുത്തരും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒറ്റ നാമമേ ഉള്ളൂ. ദാറ്റ്സ് എ പ്രോബ്ലം. എല്ലാ നാമങ്ങളും ഉണ്ട്, അതിലൊരു നാമമാണെന്ന് പറഞ്ഞ് ഇവിടെ ആർക്കും ബുദ്ധിമുട്ടൊന്നുമില്ല.
എക്സ്ക്ലൂസിവിറ്റി ഓഫ് ദ ഗോസ്പൽ. 2, സ്വർഗമുണ്ട്, നിത്യമാണ്. നരകമുണ്ട്, നിത്യമാണ്. സുവിശേഷം നിങ്ങൾ തിരസ്കരിച്ചാൽ നിത്യമായി ദണ്ഡനത്തിൽ പോകും. ആർക്കാ ഇഷ്ടം ഇത് കേൾക്കാൻ? നിങ്ങൾ പറയുന്നപ്പോ ഞാൻ നരകത്തിൽ പോകുന്നോ? കണ്ടോ, സുവിശേഷം പറയേണ്ടവണ്ണം പറഞ്ഞാൽ അതിന് വരെ നമ്മൾ എന്ത് ചെയ്യും? കാലിന് വേദന ഉണ്ടല്ലേ, പ്രാർത്ഥിക്കാം. സുവിശേഷമല്ല അതൊന്നും. മോന്റെ കല്യാണം നടക്കാൻ പ്രാർത്ഥിക്കണം. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, വിദേശത്ത് പോകാം, പ്രാർത്ഥിക്കുക, ഞങ്ങളുടെ സഭ. ഇതൊന്നും അല്ല സുവിശേഷം. യു പ്രസന്റ് ക്രൈസ്റ്റ്. നിങ്ങൾ മാനസാന്തരപ്പെടണം. ഒബ്ജക്റ്റ് പിന്നെ പഠിപ്പിക്കാൻ വന്നിരിക്കുന്നു. സുവിശേഷം കൂടാതെ നിങ്ങൾ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടാൽ ന്യായവിധിയുണ്ട്. വെള്ളസിംഹാസനത്തിന്റെ മുൻപായി നിങ്ങൾ എല്ലാവരും ഹാജരാകണം. കണ്ടോ, പെന്തിക്കോസ് പേടിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുക. പ്രശ്നം റിയൽ സുവിശേഷമാണെങ്കിൽ ഇറ്റ് ഈസ് എ കോൺഫ്രണ്ടേഷൻ. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ ഒരു കാരണമാണ് നമ്മൾ ബാക്ക് ഓഫ് ചെയ്യാൻ. വേണ്ട ഇത്രയും പറയണ്ട, അത് നമുക്ക് 2ാമത്തെ 3ാമത്തെ വിസിറ്റിലാകട്ടെ. ആലപ്പുഴ പഞ്ചായത്ത് ഗ്രൗണ്ടിൽ ഞാൻ സുവിശേഷം പറയാൻ പോയി കേട്ടോ. ഭയങ്കര വലിയ യോഗം. അപ്പൊ എനിക്ക് നിയോഗം ഉള്ളത് സുവിശേഷം പറയാനാണ്. ഞാൻ അവിടെ കയറി പ്രസംഗിച്ചു. മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രസംഗിച്ചു. സുവിശേഷം പക്ക പറഞ്ഞു. യോഗമെല്ലാം കഴിഞ്ഞ് ഞാൻ ആഹ്വാനമൊക്കെ കൊടുത്തു. ആളുകളെല്ലാം പോയി. ഞാനേ ഈ ഇറങ്ങി വരിക അവരുടെ പ്രധാന ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കാര്യത്തിൽ നിന്ന് ഇരിപ്പിട ഒക്കെ ഇരിക്കാനായിട്ടുള്ളൊരു പ്രത്യേക ക്രമീകരണം ഉണ്ടെന്ന് ഇറങ്ങി സ്റ്റെപ്പ് വഴി വരുമ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ട സംഘാടകരിൽ ഒരാൾ കഴിഞ്ഞു തീർന്നു. ഞാൻ ചോദിച്ചു, എന്തു പറ്റി? നാളെ ആരും വരികയില്ല. ഞാൻ പറഞ്ഞു, സഹോദര, എനിക്ക് ഈ നിയോഗമായിരുന്നു പറയാൻ, അതുകൊണ്ട് ഞാൻ സുവിശേഷം പറഞ്ഞതാണ്. കഴിഞ്ഞെന്ന് പറഞ്ഞു. അപ്പം ഒത്തിരി ദിവസത്തെ യോഗമാണ്. അപ്പൊ ഞാൻ ശാന്തമായിട്ട് അവിടെ നിൽക്കുക. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പാർശ്വം ഞാൻ പറഞ്ഞു, ദേവദാസനെ, എനിക്ക് കർത്താവ് ഈ നിയോഗമാ തന്നത്, അതുകൊണ്ടാ പുള്ളി എന്നോടൊരു വാക്ക് പറഞ്ഞു. എൻ്റെ പാസ്റ്ററെ, ഞാൻ ഈ ചെലവെല്ലാം ചെയ്ത് ഇത് മുഴുവനും വലിച്ചു കെട്ടിയിരിക്കുന്നത് ഇതാരേലും ഒന്ന് പറയാനാ. ഇവിടെ വരുന്നവന് ഒരുത്തനും ഇതല്ല പറയുന്നത്. അവർക്ക് ഏലിയാവും ഉണ്ട്, പിന്നെ അതുമുണ്ട്, ആളുകളെല്ലാം കൂടെ ഇളകുന്നുണ്ട്. ഇതൊന്ന് പറയാനാ ഇത് മുഴുവനും കൂടെ വലിച്ചു കെട്ടിയിടുന്നു. എന്താ പിന്നെ പറയാത്ത സുവിശേഷം? ഇതാണ് കോൺഫ്രണ്ടേഷൻ. യു റിപ്പന്റ്, യു ബിലീവ്. എന്നിട്ട് വേർപെടണം. ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുക. സഹോദരൻ ആൽബിയുടെ കല്യാണത്തിന് പ്രസംഗിച്ച പ്രസംഗം ഒരു വ്ളോഗർ ഉണ്ടായിരുന്നു അവിടെ. അദ്ദേഹം ഇത് ജനറൽ പബ്ലിക്കിന് ഇട്ടുകൊടുത്തു. എന്നെ അവര് ഒരു 10,000 കഷണമാക്കിയനെയും അതുപോലത്തെ വാക്കുകളാണ് പറയുന്നത്. പക്ഷെ എൻ്റെ സന്തോഷം എന്തായിരുന്നറിയോ? ഒരു 25,000 പേർക്കുള്ളത് കണ്ടു. അപ്പൊ യേശുക്രിസ്തുവിനെ കുറിച്ച് കണ്ടു. എന്നെ വേണേ പറയൂ. സോദരം 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 സോദരം. എന്താ പമ്മുന്നേ? എന്താ നമുക്കൊരു ഞാൻ ശുശ്രൂഷിക്കാം, പക്ഷേ ഒരു വരും, എല്ലാത്തിനും സമയമുണ്ട്, എല്ലാ സമയം. എന്നാ സഹോദര ഈ സമയം? പെട്ടിക്കകത്ത് കയറുമ്പോൾ പെട്ടിയിൽ എഴുതി വെച്ചാൽ മതി, നൗ ഇസ് ദ ടൈം. ഇന്ന് ആരോഗ്യമുണ്ട്, ഇന്ന് സുബോധമുണ്ട്. ഒരു പ്രായമുള്ള മനുഷ്യൻ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് പറയുകയാണ്, തിമോത്തി, don't be ashamed of Jesus Christ and his testimony. ആളുകൾ എന്താ വേണേ പറയട്ടെ, ഈ ആളുകൾ എന്ത് പറയുമെന്നുള്ളതാണ് എനിക്ക് പ്രശ്നം, അല്ലെ നിങ്ങൾക്ക് പ്രശ്നം? എന്താ, നമ്മളൊരു പേരൊക്കെ ഉണ്ടാക്കി, പേര് എന്തോന്നടേ പേര്,
എന്തോന്ന് പേര്? സ്തോത്രം. വ്യക്തിപരമായ വിശുദ്ധി എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ, ന്യായവിധി, മാനസാന്തരം, കർത്താവിൽ അർപ്പിക്കേണ്ട രക്ഷിക്കുന്ന വിശ്വാസം, സ്വർഗം, നരകം, ഇതെല്ലാം കോൺഫ്രണ്ടേഷനാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിമിത്തമാണ് പലരും സാക്ഷ്യം പറയാതെ പിന്മാറുന്നത്. സ്തോത്രം. ഞാൻ ഇനി നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ അങ്ങനെ പിന്മാറിയിട്ടുണ്ടോ? സ്കൂളിൽ, കോളേജിൽ നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആളുകളുമായി നിങ്ങൾക്കൊരവസരം കിട്ടിയിട്ട് നിങ്ങൾ പറയാതെ പോയിട്ടുണ്ടോ? നിങ്ങളുടെ ജോലി സ്ഥലത്ത്, നിങ്ങളുടെ അയൽവാസികളോട്, വിവാഹവേദികളിൽ, ഫ്യൂണറൽ നടക്കുമ്പോൾ പറയാതെ പോയിട്ടുണ്ടോ? Have you been ashamed of the testimony of our Lord Jesus Christ? അതിന് നയപരമായി ചെയ്യുന്നത് വെള്ളം ചേർത്ത് പറയും, അല്ലെങ്കിൽ എന്താ ഷുഗർ കോട്ട് ചെയ്ത് പറയും, അല്ലെങ്കിൽ പറയത്തേ ഇല്ല. പിന്നെ വിവാഹത്തിനൊരു വലിയ ഇതാണ്, എന്താണെന്നറിയത്തില്ല ഭർത്താവ് ഭാര്യയെ വിളിക്കാൻ പോകുന്നത്. എന്താ വേണേ വിളിക്കട്ടെ, നമുക്ക് എന്നാ അതിനകത്ത് കാര്യം? എന്നിട്ട് കുറെ ആളുകളെ ചിരിപ്പിക്കുക. നമ്മളെ സഹോദരിമാരൊക്കെ ചെന്ന് എന്താ വിളിക്കാൻ പോകുന്നത്, അവിടെ നീ അച്ചാച്ചോന്ന് വിളിക്കുമോ? എന്താ വേണേ വിളിക്കട്ടെ, നമുക്കെന്നാ? സുവിശേഷം പറയേണ്ടടുത്ത് ഇങ്ങനെയുള്ള കുറെ പരിപാടി ഒപ്പിച്ചേച്ച് സ്ഥലം വിടും. സംതിങ്, അതല്ലയോ ഇതിനകത്തെ കാര്യം. 15 മിനിറ്റ് പറഞ്ഞാൽ ഇത്രയും, അരമണിക്കൂറാണേലോ വെരി ടയർഡ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവം ഒരുക്കുന്ന സകല അവസരങ്ങൾക്കായി സ്തോത്രം ചെയ്യണം. കർത്താവിന്റെ വചനം ഞാൻ നിങ്ങളുടെ മുൻപിൽ വെക്കുന്നു. മർക്കോസ് 8:38. വ്യഭിചാരവും പാപവും ഉള്ള ഈ തലമുറയിൽ ആരെങ്കിലും എന്നെയും എന്റെ വചനങ്ങളെയും കുറിച്ച് നാണിച്ചാൽ അവനെ കുറിച്ച് മനുഷ്യപുത്രനും തന്റെ പിതാവിന്റെ തേജസ്സിൽ വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ നാണിക്കും. സ്വർഗത്തിൽ പോകാനിരിക്കുന്ന സകല സഹോദരി സഹോദരന്മാർ ഇത് മനസ്സിലാക്കണം. ബോധപൂർവം ഞാൻ നാണിക്കുക, നിന്നെ കുറിച്ച് നാണിക്കുമെന്ന് എഴുതി വെച്ചിരിക്കുക. എന്നാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, റോമാലേഖനം 1:16 അപ്പോസ്തലനായ പൗലോസ് ഇപ്പോൾ കാരാഗ്രഹത്തിലാണ്. തിമോത്തിക്ക് ലേഖനം എഴുതുമ്പോൾ, റോമർക്ക് ലേഖനം എഴുതുമ്പോൾ അദ്ദേഹം പറയുന്ന വാക്കുകൾ കണ്ടോ? സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. ഉടനെ നമ്മൾ ചോദിക്കുക, എന്താ കാര്യം? നോക്കിക്കേ, വിശ്വസിക്കുന്ന ഏവനും, ഏവനും എന്ന് പറഞ്ഞാൽ യഹൂദനാകട്ടെ യാതിയിൽപ്പെട്ടവനാകട്ടെ, വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. അതുകൊണ്ട് അപ്പോസ്തലന് ലജ്ജയില്ല. ഇത് അനുഭവിച്ചവൻ പ്രചരിപ്പിച്ചുകൊണ്ടേ ഇരിക്കും. സ്തോത്രം. എല്ലാവരോടും പറയണം, ഇന്ന് പകൽ ഇത് കേട്ടോണ്ട് ഒരു തീരുമാനം എടുത്തുകൊണ്ട് വേണം പോകാൻ. എൻ്റെ ഈ കൊച്ചായുസിൽ കിട്ടുന്നവരോട്, സകല ആളുകളോട് ഞാൻ സുവിശേഷം പറയും. പ്രൈസ് ദി ലോർഡ്. കടയിൽ കയറിയാൽ പ്രൊജക്റ്റ് ഇതാ, വിശേഷം പറയും. സാരി മേടിക്കാൻ പോയി, അതിട് ഇതിട് ഇതിട് ഇതിട്, പിന്നെ നമ്മൾ സാരിക്കകത്തായി പോയി. വിശേഷമൊക്കെ പോയി, പിന്നെ അവരുമായിട്ടുള്ള ബാർഗെയിനിങ്, ഇതെന്താ അങ്ങനെ ഇങ്ങനെ. ഒടുവിൽ കടയടയ്ക്കാൻ നേരമാകുമ്പോൾ അവർ കൈ ഊപ്പി വേണേ പറയും, ഒന്ന് ഫ്രീ ആയിട്ട് കൊണ്ടുപോകും, ഒന്ന് പോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മക്കളെ, ഈ സുവിശേഷം ഉണ്ടല്ലോ, അനുഭവിക്കണം. ആദ്യം അനുഭവിക്കണം. അനുഭവിക്കാത്തവർക്ക് യു കനോട്ട് ഡു ദിസ്. ഇനി ആ വാക്യം ഒന്നുകൂടെ വായിര്, 2ാം ഭാഗം. അതുകൊണ്ട് നമ്മുടെ കർത്താവിന്റെ സാക്ഷ്യത്തെയും, കർത്താവിന്റെ സാക്ഷ്യം, അതാണ് ഒന്നാമത്. ആ സാക്ഷ്യത്തെ കുറിച്ച് ലജ്ജിക്കരുത്. കർത്താവിന്റെ സാക്ഷ്യത്തെയും, 2 അവന്റെ ബദ്ധനായ എന്നെയും കുറിച്ച് ലജ്ജിക്കാതെ. അല്ല പൗലോസ്, ഞങ്ങൾ ഓർത്തത് റോമിലെ പ്രിസണർ അല്ലേ, ബദ്ധനല്ലേ? ഇതന്നെ അവന്റെ ബദ്ധൻ. നല്ലൊരു വിധമല്ലേ? കാരാഗ്രഹത്തിൽ കൊണ്ടിട്ട് വരുന്ന ദിവസങ്ങളിൽ അദ്ദേഹത്തെ തലവെട്ടി കൊല്ലാൻ പോവുക. പക്ഷെ അദ്ദേഹം തന്നെ കുറിച്ച് തന്നെ വിശേഷിപ്പിക്കുന്നത് എങ്ങനെയാ? യേശുക്രിസ്തുവിന്റെ ബദ്ധനാണ്.
അതെന്താ? പൗലോസിനോട് ചോദിച്ച പൗലോസ് പറയും, ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. ദൈവം അനുവദിച്ചിട്ടാണ് എനിക്കിങ്ങനെ ഒരു കാരാഗ്രഹ വാസം ലഭിച്ചിരിക്കുന്നത്. ഇതെല്ലാം എൻ്റെ നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. ഇതിലൊന്നും മനസ്സ് മടിക്കുന്നില്ല. റോമാക്കാരുടെ പട്ടാളമല്ലേ? അതെ. സീസർ അല്ലേ ഇതൊക്കെ വിധിച്ചത്? അതെ. ഇതൊക്കെ ശരിയാ. പക്ഷേ ദൈവം സർവാധിപത്യമുള്ളവനാണ്. അവിടുന്ന് അനുവദിക്കാതെ ഒന്നും എൻ്റെ ജീവിതത്തിൽ നടക്കയില്ല. കണ്ടോ? പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ പഴിയാരി നിൽക്കുകയല്ല, അവിടുത്തെ ബദ്ധനായിരിക്കുന്ന എന്നെയും കുറിച്ച് ലജ്ജിക്കാതെ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഇപ്പോഴത്തെ ഈ പരുവത്തിനകത്ത് തിമോത്തി ഓർത്ത് നമുക്ക് ചെറുതായിട്ടൊന്ന് ബ്രേക്ക് ഔട്ട്. അല്ല, തിമോത്തിയെ വളർത്തിയത് അതൊക്കെ ശരിയാ. പക്ഷെ ഇപ്പൊ നമ്മൾക്കതിൽ കാണാം, അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്താണ് ഞാനെന്ന് അറിഞ്ഞാൽ നാളെ എനിക്കും ചിലപ്പോ ഈ ഗതി വരും. സ്തോത്രം. അതുകൊണ്ട് എന്ത് ചെയ്യുക? സേഫായിട്ട് നിൽക്കുക. പൗലോസ് അത് അഡ്രസ് ചെയ്യുക. എന്നെ കുറിച്ച് നീ ലജ്ജിക്കരുത്. നിന്നിലുള്ള കൃപാവരം ജ്വലിപ്പിക്കണം. ഭീരുത്വത്തിന്റെ ആത്മാവല്ല തിമോത്തി നിന്റെ അകത്ത്, ശക്തിയുടെയാണ്. ശക്തിയുടെ പവർ ഇസ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവുള്ള ആളുകൾ ലജ്ജിതരായി മാറുകയല്ല. യേശുക്രിസ്തുവിന്റെ സാക്ഷ്യത്തെക്കുറിച്ചും തൻ്റെ മെന്ററായിരിക്കുന്ന പൗലോസിനെ കുറിച്ചും ഇപ്പോൾ വേണ്ട തിഷ്ഠതയില്ല. അപ്പൊ ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. യേശുക്രിസ്തുവിനെ കുറിച്ച് മാത്രം ലജ്ജിക്കാതിരുന്നാൽ പോരെ. ഈ പൗലോസിനെ കുറിച്ച് ഇപ്പോൾ നമ്മൾ തന്നെ മെസ്സേജിനെ കുറിച്ച് ലജ്ജിക്കരുത്, മെസ്സഞ്ചറിനെ കുറിച്ച് ലജ്ജിക്കരുത്. മെസ്സഞ്ചറുമായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നത് വളരെ ആവശ്യമാണ്, നല്ലതാണ്. ദൈവത്താൽ നിയോഗിതരായിരിക്കുന്ന ആളുകളെ ആട്ടിപ്പായിക്കുമ്പോൾ ദൈവത്തിനെതിരെ കാണിക്കുന്ന മനോഭാവമാണ്. When you accept them and the gospel, ആരോടുള്ള മനോഭാവമാ? കർത്താവിനോട്. വേണ്ടടാ ഇറങ്ങി പൊക്കോണം, വണ്ടി വിട്ടോണം എന്ന് പറയുമ്പോൾ അതാരോടുള്ളതാ? ഇത് ഇന്റർലിങ്ക്ഡ് ആണ് കാര്യം. കർത്താവിനെ കുറിച്ചും കർത്താവിന്റെ ദാസന്മാരെ കുറിച്ചും ലജ്ജിക്കരുത്. എന്നെ അങ്ങനെ ഇറക്കി കൂട്ടിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നെ അങ്ങനെ സുവിശേഷം പറയാൻ പോയി ഇറക്കി വിട്ടിട്ടുണ്ട്. പെന്തിക്കോസുകാർ എന്നെ പ്രസംഗത്തിൽ നിന്ന് ഇരുത്തിയിട്ടുണ്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഞാൻ ഇരുടാന്ന് പറയുമ്പോൾ ഞാൻ അവിടെ ഇരിക്കും, ശാന്തമായിട്ട് അവിടെ ഇരിക്കും. അങ്ങനെ ഒന്നിലധികം അങ്ങനെ ഇരുത്തി വേറെ 1-2 പുള്ളികൾ പ്രസംഗിച്ചു കഴിഞ്ഞാൽ അതിനെ തിരസ്കരിച്ചുകൊണ്ട് ആളുകളോട് പറയും, ഇതൊക്കെയാണെന്ന് പറയുന്നത്, ഇതൊന്നും അല്ല കാര്യമെന്ന് പറയും. ഒതുങ്ങരുത്. സത്യത്തിനു വേണ്ടി നിൽക്കണം. സത്യത്തിനു വേണ്ടി നിൽക്കണം. കളിയാക്കുകയോ വിമർശിക്കുകയോ ദേഹോപദ്രവം ചെയ്യുക, യു ക്യാൻ ഡു വാട്ട് യു ലൈക്ക്, ബട്ട് യു സ്റ്റാൻഡ് ഫോർ ദ ട്രൂത്ത് ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്. നിങ്ങളുടെ അകത്ത് ദൈവവചനത്താൽ ഒരു കൺവിക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ അണുവിട മാറരുത്. ഇവിടെ പ്രസംഗിക്കണ്ട, വണ്ടി ഇവിടെ വേറെ എടുത്ത് പോകും, ഓക്കെ പോയേക്കാം, കുഴപ്പമില്ല. ഒരു സ്ഥലത്ത് നമ്മളെ കൈക്കൊള്ളുന്നില്ലെങ്കിൽ അടുത്ത സ്ഥലത്ത് പോവാം. അപ്പൊ അടുത്ത സ്ഥലത്ത് സുവിശേഷം മാറുമോ? ഞങ്ങളെ ഒരിക്കൽ വേണ്ടി ഈ ഭാഗത്ത് ഓടിച്ചപ്പോ ഞാൻ കരിയിലെ മുക്കിലോട്ട് പോയി കാര്യം പറഞ്ഞു. അത്രേ ഉള്ളൂ. സുവിശേഷത്തിന് മാറ്റമില്ല. അതിന് വെള്ളം ചേർക്കത്തില്ല, അത് ഷുഗർ കോട്ട് ചെയ്യത്തില്ല, അത് ഗ്ലാമറസ് ആക്കത്തില്ല, അതിലൂടെ ഏതോ ഭൗതിക നേട്ടം കിട്ടും. ഇതൊന്നുമല്ല സുവിശേഷം. ക്രൈസ്റ്റ് ക്രൂസിഫൈഡ്. നിന്റെ പാപത്തിന് പരിഹാരം യേശുക്രിസ്തുവിൽ മാത്രം. ഇത് പറയാനാണ് നമ്മെ കർത്താവ് നിയോഗിച്ചത്, അഭിഷേകം തന്നത്. അല്ലാതെ അഭിഷേകം തന്നത് എക്സിക്യൂട്ടീവ് ആണെന്നും പറഞ്ഞ് തമാശ കളിക്കാനല്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയുള്ള യുവതി യുവാക്കന്മാർ എഴുന്നേൽക്കട്ടെ. അതിനാണ് അഭിഷേകം, അതിനാണ് ദൈവകൃപ വേണ്ടത്. ഫോർ ബോൾഡ്നെസ്. നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തി എല്ലാം വായിര്. അതിനു മുൻപ് അവരുടെ സ്വഭാവവും ആത്മനിറവ് അഭിഷേകം വന്നു കഴിഞ്ഞ് ലോകത്തെ കീഴ്മേൽ മറിച്ചു.
കാരാഗ്രഹം അവർക്ക് വിഷയമല്ല, അടി അവർക്ക് വിഷയമല്ല, ഒന്നും വിഷയമല്ല. They stand for the truth, the word of God. ഒരു സ്ത്രീയുടെ മുൻപിൽ 3 വട്ടം യേശുക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞയാള് വിരലിൽ ഊണ്ടിയല്ലേ പറയുന്നത്, മറ്റൊരുത്തനിലും രക്ഷയില്ല. അതെവിടെ കിട്ടി തൻ്റെ ഇടം? ഇത് ദൈവത്തിന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനുവേണ്ടി തയ്യാറാകണം. അങ്ങനെ പോകുന്ന ജോലി പോട്ടെന്ന് വെക്കണം. യേശുക്രിസ്തുവിനെ തള്ളിയേച്ചുള്ള ജോലിയുണ്ട്, എന്നാ ഗുണം? സ്റ്റാൻഡ്. കാരണം ദിസ് ഇസ് ദ ട്രൂത്ത്. സത്യം ഇതാ. ഈ സത്യം മറച്ചു വെക്കുമ്പോൾ മറ്റുള്ള ദൈവം ഒരുക്കിയ ആ വ്യക്തിയോടുള്ള ഭയങ്കരമായ തെറ്റാണ് നമ്മൾ ചെയ്യുന്നത്. നിങ്ങളുടെ വാക്കിൽ, നിങ്ങളെ ചൂണ്ടിക്കാണിക്കുന്ന വചനത്തിലായിരിക്കാം അവരുടെ ആത്മരക്ഷയിരിക്കുന്നു. എന്നിട്ട് സുവിശേഷത്തിനായി ദൈവശക്തിക്ക് ഒത്തവണ്ണം നീയും എന്നോടുകൂടി കഷ്ടം സഹിക്കുക. കേട്ടോ, അല്ലാതെ സുവിശേഷ വേല ചെയ്താൽ നിനക്കൊരു പുതിയ വണ്ടി ഞാൻ കാണുന്നു, ഇതൊന്നുമല്ല. എന്നോടുകൂടി എന്താണ്? കഷ്ടം സഹിക്കുക. ദൈവഭക്തിയോടെ ജീവിക്കാൻ ആഗ്രഹിച്ചാലും ശുശ്രൂഷിക്കാൻ ആഗ്രഹിച്ചാലും you will suffer for the gospel. 2 തിമോത്തിയോസ് 3:12. എന്നാൽ ക്രിസ്തുവേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവം ഉണ്ടാകും. ഗിരിപ്രഭാഷണം മത്തായി 5 അതിന്റെ 10 മുതൽ 12 വരെയുള്ള വാക്യം. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. എന്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ചുല്ലസിപ്പീൻ. നിങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ അങ്ങനെ തന്നെ ഉപദ്രവിച്ചുവല്ലോ. അതുകൊണ്ട് തിമോത്തി, ഈ ഭീരുത്വം നീ നിർത്ത്, ഈ ലജ്ജയാകുന്ന ഇടപാട് നിർത്ത്, ധൈര്യമായിട്ട് മുന്നോട്ട് പോകും. അതിനുള്ള പ്രബോധനമാണ് ഇവിടെ പൗലോസ് പറയുന്നത്. സ്തോത്രം. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്താൻ താല്പര്യപ്പെടുകയാണ്. 9, 10 വാക്യമൊക്കെ നമുക്ക് ദൈവഹിതമെങ്കിൽ അടുത്ത നമ്മുടെ യോഗത്തിന് നമുക്ക് ചിന്തിക്കാം. 8-ാം വാക്യം ഒരു പ്രാവശ്യം കൂടെ വായിക്കണം. ആദ്യം ഗ്രീറ്റിംഗ്സും ഒക്കെ പറഞ്ഞ് പിന്നെ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, നിങ്ങൾക്കൊരു നല്ല പൈതൃകമുണ്ട് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ ആത്മീകമായ വൾണറബിളായി നിൽക്കുന്ന സ്ഥിതിയെ അഡ്രസ് ചെയ്യുകയാണ്. തിമോത്തി ഇങ്ങനെ നിൽക്കേണ്ട ആളല്ല. ശക്തമായ നേതൃത്വം എഫെസോസിന് കൊടുക്കേണ്ടതിന് പകരം ഇപ്പം യേശുക്രിസ്തുവിന്റെ സാക്ഷ്യത്തെക്കുറിച്ചും ബദ്ധനായിരിക്കുന്ന പൗലോസിനെ കുറിച്ചും ചെറിയ എന്തുണ്ട് പിന്മാറ്റമൊന്നുമല്ല കേട്ടോ, അങ്ങനൊന്നും നിങ്ങൾ വിചാരിക്കരുത്. പക്ഷേ നമ്മൾ അങ്ങനെ വലിയ പ്രശ്നം ഉണ്ടാകും. അകത്ത് പോകാൻ സാധ്യത തിമോത്തി കാണുന്നുണ്ട്. അതുകൊണ്ട് ഹീസ് ബീയിങ് കെയർഫുൾ. ജയിലിൽ കിടന്നുകൊണ്ട് പൗലോസ് പറയാ സ്റ്റാൻഡ് ഫേം. ഒന്ന് വായിച്ചേ. അതുകൊണ്ട് നമ്മുടെ കർത്താവിന്റെ സാക്ഷ്യത്തെയും അവന്റെ ബദ്ധനായ എന്നെയും കുറിച്ച് ലജ്ജിക്കാതെ സുവിശേഷത്തിനായി ദൈവശക്തിക്ക് ഒത്തവണ്ണം നീയും എന്നോട് കൂടെ കഷ്ടം സഹിക്കാം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദൈവശക്തിക്ക് ഒത്തവണ്ണം നീയും എന്നോട് കൂടെ കഷ്ടം സഹിക്കാം. 9-ാം വാക്യം കൂടെ എന്തുകൊണ്ട് ലജ്ജിക്കരുത് വായിച്ചേ. അവൻ നമ്മെ രക്ഷിക്കുകയും. തിമോത്തി, അയ്യോ എടാ, നിന്നെ നമ്മളെ ദൈവം മുൻകൈയെടുത്ത് രക്ഷിച്ചു. നമുക്ക് എന്തുകൊണ്ട് ലജ്ജിക്കുന്നേ? അവൻ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും ചെയ്തു. അവൻ വിളിച്ചു, നമ്മളെ സുവിശേഷത്താൽ വിളിച്ചു, നമ്മളെ രക്ഷപ്പെടുത്തി. വരാൻ പോകുന്ന ന്യായവിധിയിൽ നിന്ന്, ദൈവത്തിന്റെ കോപത്തിൽ നിന്ന് അവൻ രക്ഷപ്പെടുത്തി. അതും വിശുദ്ധ വിളി. രക്ഷിക്കപ്പെട്ടവർ വിശുദ്ധ ജീവിതത്തിനായി ആ വിളി. അതുകൊണ്ട് നീ ലജ്ജിക്കരുത്. താഴോട്ടെ. നമ്മുടെ പ്രവൃത്തികൾ നിമിത്തമല്ല, സകല കാലത്തിനു മുമ്പേ ക്രിസ്തുവേശുവിൽ നമുക്ക് നൽകിയിരിക്കുന്നതും
ഇപ്പോൾ മരണം നീക്കുകയും ഉം. സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുകയും ചെയ്ത ഉം. നമ്മുടെ രക്ഷിതാവായ ക്രിസ്തുയേശുവിന്റെ പ്രത്യക്ഷതയാൽ ലോകസ്ഥാപനത്തിന് മുൻപ് ദൈവം നമ്മെ ക്രിസ്തുവിൽ കണ്ട് കാലം അതിന്റെ നിലയിൽ പോയി ആ ചരിത്രത്തിൽ ദൈവം തമ്പുരാൻ നമ്മളെ സുവിശേഷത്താൽ വിളിച്ചു, വേർതിരിച്ചു. ഇതൊക്കെ ഓർക്കുമ്പോൾ എങ്ങനെ ലജ്ജിക്കും. പ്രൈസ് ദി ലോർഡ്. നിത്യനരകത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്ന നമ്മെ സർവാധിപത്യമുള്ള പിതാവാം ദൈവം പുത്രനിലൂടെ തിരഞ്ഞെടുത്തു. എങ്ങനെ ലജ്ജിക്കും. ആളുകൾക്ക് ഇത് മനസ്സിലാകാതെ അതും ഇതും പറയുന്നത് കേട്ട് നമ്മൾ പിന്നോട്ട് പോകരുത്. രക്ഷ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ നേരെ നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.